ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ നമുക്ക് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാം. എന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും. നിങ്ങൾ വഞ്ചിതരാകരുത്. റുഹാദക്കുദിശ പൗലോസ്ലീഹായിലൂടെ നമ്മെ ഓർപ്പിക്കുന്ന വചനമാണ് നമ്മൾ കേട്ടത്. കൊറിന്ത്യസഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാമത്തെ അധ്യായം 32-ാമത്തെ വചനമാണ് ഇത്. നമ്മൾ പ്രത്യേകമായിട്ട് നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് പെസഹ ഞായറാഴ്ചയാണ്. ഞാൻ സംസാരിക്കുന്നത് എബിഡസ്ലോവ രൂപതയുടെ ക്രിസ്റ്റോളിലുള്ള മർത്തോമാസ്ലീഹായുടെ നാമത്തിലുള്ള ഇടവക ദേവാലയത്തിൽ നിന്നാണ്. കർത്താവ് കാണിച്ച വലിയ ഒരു ഘടനയിലാണ് നമുക്കിവിടെ ഒരു ദേവാലയം ഇങ്ങനെ ഉണ്ടാകാനായിട്ട് ഇടയായതെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് ഈ അവസരത്തിൽ. ഈശോയുടെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് സഭയുടെ ജീവിതം, സഭയിലെ ഓരോ അംഗത്തിൻ്റെയും ജീവിതം. ഈശോയുടെ മാമോദീസായ്ക്ക് ശേഷം ഈശോ റുഹാദുശായ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് പോവുകയാണ് ഉപവസിക്കാനായിട്ട്. റുഹാദുശ നിറഞ്ഞ അഭിഷിക്തനായിട്ടുള്ള ഈശോയാണ് ഉപവസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാമോദീസ സ്വീകരിച്ച് ഈശോയുടെ ശരീരമായ തിരുസഭയിലെ അംഗങ്ങളായിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഈശോയുടെ ജീവിതത്തെ അനുകരിക്കുവാനായിട്ട്. 40 ദിവസം ഉപവസിക്കുന്ന ഈശോയെ പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാന വിഷയമാക്കുകയും ഈശോയുടെ ആ ജീവിത ശൈലി തുടരുന്നതാണ് ഈ 50 നോമ്പ്, സൗമ റംബ എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ സഭയുടെ ഒരു ശൈലിയാണ്. പ്രാർത്ഥിക്കുന്നതാണ് വിശ്വസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതും വിശ്വസിക്കുന്നതുമാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ കുർബാനയും നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും റുഹാദുശായെയും നമുക്ക് പ്രസാദിപ്പിക്കാം എന്നുള്ള കാര്യം. ത്രിത്വൈക ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഉപവാസം എന്നുള്ള കാര്യം. ഉപവാസത്തിലൂടെ നമ്മുടെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടുന്നു. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അനുതാപം നമുക്ക് കർത്താവ് നൽകുന്നത്. അനുതാപം നൽകേണ്ടത് കർത്താവാണ്. അതുപോലെ തന്നെ വചനം അനുസരിക്കാത്ത അവസ്ഥയ്ക്കാണ് ദുഷ്ടത എന്ന് പറയുന്നത്. ദുഷ്ടതയുടെ ആധിക്യം എന്നെല്ലാം നമ്മുടെ കുർബാനയിലും വചനത്തിലൊക്കെ കേൾക്കുന്ന കാര്യം. ദുഷ്ടതയുടെ ആധിക്യം, വചനം അനുസരിക്കാത്തതിൻ്റെ ആ ഒരു വലിയ ഒരവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിച്ച് നമ്മെ ദൈവത്തിലേക്ക് തിരിക്കുന്നത് ദൈവം തന്നെയാണ്, ഇതിനായ കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വലിയ ഒരു തിരിച്ചുപോക്കാണ് നമ്മളെല്ലാവരും നടത്തേണ്ടത്. ഈ വലിയ നോമ്പിൽ നമ്മുടെ സഭയുടെ വലിയ ഒരു പാരമ്പര്യമാണ് നോമ്പെടുക്കുക എന്നുള്ളത്. ഉപവാസത്തിൻ്റെ മക്കൾ എന്നാണ് നമ്മൾ വിളിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് 50 നോമ്പ്, 25 നോമ്പ്, 15 നോമ്പ്, അതുപോലെ തന്നെ 8 നോമ്പ്, 3 നോമ്പ്, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ആചരണം നോമ്പെടുക്കുക, അതുപോലെ തന്നെ ബുധനാഴ്ച ആചരണം നോമ്പെടുക്കുക. ഇതെല്ലാം നമ്മുടെ സഭയുടെ പാരമ്പര്യമാണ്. ഇത് കാണിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തിലാണ്. ഈശോയുടെ ഉത്ഥാനത്തിലൂടെ മരണം പരാജയപ്പെട്ടിരിക്കുകയാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 25-ാമത്തെ വചനപ്രകാരമാണ് ഇതാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം, നിത്യജീവൻ. അപ്പോൾ ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യജീവനാണ്. ആ ജീവൻ ഈശോ തന്നെയാണ്. ആ ഈശോയെ നമ്മൾ സ്വീകരിക്കണം, ഈശോയെ നമ്മൾ ധരിക്കണം, ഈശോ ആയിട്ട് നമ്മൾ മാറണം. 2022 ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിച്ച വലിയൊരു കാര്യമാണ് ടു ബിക്കം ജീസസ്. ഈശോ ആയി തീരാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. തെസ്സലോനിക്കായിലെ സഭയ്ക്ക് 2-ാം ലേഖനം 2-ാമത്തെ അധ്യായം 24-ാമത്തെ വചനത്തിൽ നമ്മൾ കേൾക്കുകയാണ്. ഈശോ മിശിഹായുടെ അതേ മഹത്വം നമുക്ക് സുവിശേഷം ശ്രവിച്ച് അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് ധ്യാനിച്ച് ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. ഈശോ മിശിഹായുടെ അതേ മഹത്വം
നമുക്ക് ലഭിക്കുവാൻ വേണ്ടി. പ്രത്യേകിച്ചും ഈശോയുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് പിതാവുമായിട്ടുള്ള ഐക്യമാണ്, പിതാവുമായിട്ടുള്ള ഒന്നാകലാണ്. ആ ഒരു ഒന്നാകലിന് നമുക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുവാനായിട്ട് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും നമ്മെ സഹായിക്കും. പ്രത്യേകമായിട്ട് നമ്മുടെ ശ്രീലബാർ സഭയുടെ പാരമ്പര്യത്തിൽ ആരാധനക്രമം, പ്രത്യേകിച്ചും യാമപ്രാർത്ഥന, ഈ നോമ്പുകാലത്ത് നമ്മളെല്ലാവരും കൂടുതലായിട്ട് പഠിക്കുവാനും അത് കുടുംബങ്ങളിലും അതുപോലെ തന്നെ കുടുംബ കൂട്ടായ്മകളിലും അതുപോലെ തന്നെ നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിലെല്ലാം എവിടെയെല്ലാം നമ്മൾ ഒന്നിച്ചു കൂടുന്നുണ്ട്, അവിടെയെല്ലാം നമുക്ക് യാമങ്ങളിലുള്ള ആ സഭയുടെ പ്രാർത്ഥന, അത് ഈശോയുടെ പ്രാർത്ഥന തന്നെയാണ്, സഭയുടെ പ്രാർത്ഥനയാണ്. അതിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മളായിരിക്കുന്ന ഭവനവും കൂട്ടായ്മയും അതുപോലെ തന്നെ ഇടവകയും എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഓർക്കാം. നിത്യജീവിതത്തിലുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത ശൈലി രൂപപ്പെടുത്താനായിട്ട് ഈ വലിയ നോമ്പ് സോമ റംബ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ സമൂഹങ്ങൾക്കും സമൃദ്ധമായിട്ട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.